ഭയമാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയ ഭയമാണ്, ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ ഭയമാണ്, ഇവിടുത്തെ SDPI ഭയമാണ്. മുസ്ലിം ലീഗിന്റെ നേതാവായ KM ഷാജി പറയുകയാണ് മതമാണ് 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 പ്രശ്നം, ഞങ്ങൾക്ക് മതം തന്നെയാണ് പ്രശ്നമെന്ന് ശ്രീമാൻ KM ഷാജി പറഞ്ഞിട്ട് മതേതരം മാറി വിളമ്പുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തല KM ഷാജി തിരുത്തണമെന്നൊരു പ്രസ്താവന പറഞ്ഞു. വയോവൃദ്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഉച്ചക്കത്തെ ഭക്ഷണത്തിന് വേണ്ടി മാട്ടിറച്ചി മേടിച്ചുകൊണ്ട് വരുമ്പം അദ്ദേഹത്തെ മാംസത്തിന്റെ പേരിൽ, പശുമാംസത്തിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്നത് മതമല്ലേ പ്രശ്നം? സ്വന്തം അഭിപ്രായം തന്റെ കൈപ്പടയിൽ എഴുതിയതിന്റെ പേരിൽ ഗൗരി ലങ്കേഷിന്റെ നെഞ്ചു തുളക്കുന്നതിൽ മതം തന്നെയല്ലേ പ്രശ്നം? ഒരു വലിയ ഇവന്റ്, വലിയ ആഘോഷം, ഒരു സമൂഹത്തിന്റെ സർവാധരണീയനായ ഒരു മഹാത്മാവിന്റെ പേരിൽ നടക്കുന്ന വലിയ ഒരു ആഘോഷം വരുന്ന സമയത്ത് പള്ളികളും മറ്റ് ആരാധനാലയങ്ങളും ഒക്കെ ചാക്കിട്ട് മൂടണമെങ്കിൽ അവിടെ മതമല്ലേ പ്രശ്നം ഞാൻ ചോദിക്കുകയാണ്. എന്തിനേറെ പറയണം, പെരുന്നാളിന്റെ തലേന്ന് 19കാരനായ ജുനൈദ് ട്രെയിനിൽ ഇങ്ങനെ വരുമ്പോൾ തലയിൽ കിടക്കുന്ന തൊപ്പി കാണുമ്പോൾ ആ മനുഷ്യനെ തല്ലിക്കൊല്ലണമെന്ന് തോന്നിയാൽ അവിടെ മതമല്ലേ പ്രശ്നം? ക്രൈസ്തവ മിഷണറി പ്രവർത്തകനായ ഗ്രഹാം സ്റ്റെയിനെ ഉസ്താദ് പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. ഉസ്താദ് പറഞ്ഞ മതം BJPയുടെ, RSSന്റെ, സംഘപരിവാരത്തിന്റെ, ബജ്റംഗ് ദളിന്റെ, ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ മതത്തിന്റെ, വസ്ത്രത്തിന്റെ, ഭക്ഷണത്തിന്റെ പേരിൽ മനുഷ്യനെ വേർതിരിച്ച് ബീഫിന്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന, പള്ളിക്കടിയിൽ വിഗ്രഹം തേടുന്ന, ഇന്ത്യൻ മുസൽമാന്റെ കടക്ക് കത്തിവെച്ച ഡിസംബർ 6 മതവറി അല്ലേ? ആ മതവറി അതിവിടെ ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ എന്ന വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ ജാതി ഭേദമന്യേ എതിർത്തിട്ടുണ്ട്. മതവറിയുടെ കേരള സ്റ്റോറിയുമായി വന്നവരെ മുസ്ലിങ്ങളല്ല, മനുഷ്യർ ഒന്നടങ്കമാണ് അടിയോടിച്ചത്. BJP ഒരു വർഗീയ പാർട്ടിയാണെന്നതിൽ ഇവിടെ തർക്കമില്ല. എന്നാ കേട്ടോ, ഷാജി പറഞ്ഞ മതം അതല്ല. ഷാജി പറഞ്ഞ മതം ഇതാണ്. നിങ്ങൾക്ക് മതം പ്രശ്നമല്ല, നാട്ടിലെ നക്കാപ്പിച്ച ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, 2 മെമ്പർ സ്ഥാനത്തിന് വേണ്ടിയാണ് ഈ നിരീശ്വര നിർബന്ധ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. എന്തിനാ ഈ മദ്രസയിലേക്ക് വിടുന്നത്? ദീന് പഠിക്കാൻ. ആ കുട്ടികളാണോ SFI ആവേണ്ടത്? നിങ്ങൾ പറ. ആ കുട്ടികളാണോ SFI ആവേണ്ടത്? അവരെയാണോ SFI പിന്നീട് പോയി ചേരേണ്ടത്? കേരളത്തിന്റെ തെരുവുകൾ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് നിറച്ച പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ പള്ളി പണിയേണ്ടെന്ന് മക്കളെ പഠിപ്പിക്കുന്ന SFIയിലാണോ? എന്ത് ഡിപ്ലോമസിയുടെ പേരിലും നിങ്ങൾ പോയി ചേരേണ്ടത്? ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലാണോ നിങ്ങൾ ആളുകളെ കൊണ്ടുപോയി ചേർത്തേണ്ടത്? നിങ്ങൾ പറയാ, അവിടെയാണോ? ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, അവരെ കൂടെ ചേർന്നാൽ പതുക്കെ പതുക്കെ നിങ്ങൾ ഇസ്ലാമിന്റെ അറ്റത്തു നിന്ന് പോവുകയാണ്. സൂക്ഷിക്കണം സ്നേഹമുള്ളവരെ. നാട്ടിലെ ഏതെങ്കിലും ഒരു തർക്കത്തിന്റെ പേരിൽ പോയി ചേരാനുള്ളതല്ല ആ പാർട്ടി. നാട്ടിൽ എന്തെങ്കിലും ഒരു ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി കളയാനുള്ളതല്ല നിങ്ങളുടെ ഉഹ്റവിയായ ജീവിതം. സൂക്ഷിക്കണം. പോകേണ്ടി വന്നവരൊക്കെ പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. സൂക്ഷിക്കണം. RSSന്റെ ഫിസിക്കൽ അറ്റാക്ക് അതുപോലെ ഭീകരമാണ് CPMന്റെ ഇന്റലക്ച്വൽ അറ്റാക്ക്. മതമല്ല 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 പ്രശ്നം. എന്നാ കേട്ടോ ഏത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മതം ഏത്? നിങ്ങളുടെ മക്കളെ നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ കൊണ്ട് ചേർക്കരുത്, മുസ്ലിം ലീഗിൽ ചേർക്കണമെന്ന് ഏത്? അവിടെയാണ് ഷാജി മതം പറഞ്ഞത്. മുസ്ലിം ലീഗിലേക്ക് ആളെ ഉണ്ടാക്കാനുള്ള ഷാജിയുടെ മതഭ്രാന്തിന്റെ മതം. മതമില്ലാത്ത CPMന്റെ നിരീശ്വരവാദത്തിനെതിരെ സമസ്തയുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന മതം. മനസ്സിലായോ? ഷാജി പറഞ്ഞ മതം മുസ്ലിം ലീഗിന്റെ മതമാണ്. ദീനും ലീഗും ഒന്നാണെന്ന് പറയുന്ന മതം. ലീഗിന് വോട്ട് ചെയ്തില്ലെങ്കിൽ നാളെ കാലാകാല ആഖിറത്തിൽ മറുപടി പറയേണ്ടി വരുമെന്ന് പറയുന്ന മതം. ഹർഷിന്റെ തണലിലേക്ക് കൊണ്ടുപോകുന്ന ഹരിത പതാകയുടെ മതം. അതാണ് ഉസ്താദ് ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ ഇവിടെ വിവരിച്ചു വെളുപ്പിച്ചത്. ഉസ്താദ് പറഞ്ഞ മതവും ഷാജി ലീഗ് ഉണ്ടാക്കാൻ പറഞ്ഞ മതവും രണ്ടാണ്. KM ഷാജി എന്ന് പറയുന്ന വർഗീയവാദിയുടെ മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞു കുരക്കുമ്പോ ആ കുരക്ക് ദീനുമായി ഒരു ബന്ധവുമില്ലാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നല്ല പറയേണ്ടത്. അത് ദീനിനെതിരെ പ്രവർത്തിക്കുന്ന ഖുർആനെയും ഹദീസിനെയും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് അതിന്റെ മേലെ കോൺക്രീറ്റ് ഇട്ട ഒരു വ്യഭിചാര പാർട്ടിയാണ് ഇന്നത്തെ മുസ്ലിം ലീഗ് എന്ന് തന്നെ പറയണം. ഹരിതയിലെ പെൺകുട്ടികൾ വിളിച്ചു പറഞ്ഞത് ഞങ്ങളുടെ നഗ്ന ചിത്രങ്ങളും ഫോട്ടോകളും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ കയ്യിലുണ്ട് എന്ന ഭയം കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല എന്നാണ്. ഉസ്താദിന്റെ വീട്ടിലെ ഏതെങ്കിലും പെൺകുട്ടികളുടെ നഗ്ന ചിത്രം PK നവാസിന്റെ കയ്യിലുണ്ടോ? എന്താ ഇല്ലാത്തതെന്നറിയോ? നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരല്ലാത്തതുകൊണ്ട്. ഫാത്തിമ തഹലിയ വിവരമില്ലാത്ത കുട്ടിയാ? പാർട്ടിയോട് സ്നേഹമില്ലാത്ത കുട്ടിയാ? അവൾ എത്രത്തോളം പീഡിപ്പിക്കപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾ വീടത്തെ തേടിയത്? വ്യഭിചാരികളും വ്യഭിചാരിണികളും കുത്തിമറിയുന്ന ആ ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളൊന്ന് തിരിഞ്ഞു നടന്ന നേരെ സ്വർഗത്തിലേക്കല്ലേ? എല്ലാ പാർട്ടികളെയും പോലെ കക്കാം നക്കാം മുക്കാം പ്ലക്കാം ലീഗിനും ആവാം, ഒരു പരാതിയും നമുക്കില്ല. പക്ഷെ മുസ്ലിം ലീഗിന് ആയിക്കൂടാ. പറ്റുമോ ഉസ്താദ് പറ? പറ്റുമോ? മുട്ടിന് ഗാനമേളകൾ സംഘടിപ്പിച്ച് ആണും പെണ്ണും ഇടകലർന്ന് തുള്ളിച്ചാടാൻ മുസ്ലിം ലീഗിന് പറ്റുമോ? ബൈത്തുർ റഹ്മയുടെ പേരും പറഞ്ഞ് പിരിച്ചതിന് വ്യക്തമായ കണക്കില്ല. ലീഗിനാവാം, മുസ്ലിം ലീഗിന് പറ്റുമോ? പലിശയുടെ ഏറ്റവും ചെറുത് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്നാണ് ഇസ്ലാം പറഞ്ഞത്. വീട് മോഡിഫൈ ചെയ്യാൻ ലോൺ എടുത്തിട്ട് വർഷങ്ങളോളം പലിശയുടെ പലിശയും അടക്കാൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത നേതാക്കന്മാർ മുസ്ലിം ലീഗിൽ ഉണ്ടാകാൻ പറ്റുമോ? ഇസ്ലാമിന്റെ ഭാഷയിൽ സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കാൻ അണികൾക്ക് മാതൃക കാണിക്കുന്ന നേതാക്കന്മാർ മുസ്ലിം ലീഗിൽ ഉണ്ടാകാൻ പറ്റുമോ? ഇപ്പൊ പുറത്താക്കി നൂർബീന റഷീദ് വൈകാതെ മുസ്ലിം ലീഗിന്റെ ആഭിചാരത്തിന്റെ കഥകൾ പുറത്തുവിടുന്ന പറഞ്ഞു. ഇതൊരു വ്യഭിചാര പാർട്ടിയല്ലേ? ഈ പാർട്ടിക്ക് മുസ്ലിം ലീഗ് എന്ന് പേരിടാൻ പറ്റുമോ? ഈ ചോദ്യങ്ങളൊക്കെ വ്യക്തമാണ്. ഉസ്താദ് ആടിനെ പട്ടിയാക്കിയ പോലെ അല്ലത്.
ഒന്നുകൂടി വ്യക്തമാക്കി പറയാം, ഇതും ഇതിൻ്റെ അപ്പുറമൊക്കെ എല്ലാ പാർട്ടിയിലും നടക്കുന്നുണ്ട്. ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലും ഇതൊക്കെ ആവാം. മുസ്ലിം ലീഗിൽ പറ്റുമോ? ഞാൻ മുസ്ലിം ലീഗിൻ്റെ കോട്ടയിൽ ജനിച്ചു വളർന്ന ആളാണ്. മുസ്ലിം ലീഗിനെ പോലെ വൃത്തികെട്ട ഒരു പാർട്ടി ഈ ഭൂമിയിൽ ഇല്ല എന്ന് പറയാനുള്ള അവകാശമുള്ള ആളാണ് ഞാൻ. ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എന്തുകൊണ്ടും നല്ലതാണ്, സഖാക്കന്മാരെക്കാളും നല്ലതാണ്. പക്ഷെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി സഖാക്കന്മാരെക്കാളും BJP-യെക്കാളും അധപ്പതിച്ച പാർട്ടിയാണ്. അപ്പോൾ ഉസ്താദിനോട് പറയാനുള്ളത്, വായി നാക്കുണ്ടെന്ന് കരുതി സംസാരിക്കാനുള്ള കഴിവുണ്ടെന്ന് കരുതി KM ഷാജി എന്ന് പറയുന്ന വർഗീയവാദിയുടെ തീക്കനലുകളായ വാക്കുകൾ മഞ്ഞുതുള്ളികൾ കൊണ്ട് വെള്ള പൂശുന്നതിനേക്കാൾ നല്ലത് താങ്കൾക്ക് മലർന്നു കിടന്ന് തുപ്പുന്നതാണ്. അതിനും റീച്ചിലേക്കും കിട്ടും. പറഞ്ഞത് അൻസാരി സുഹരി ഉസ്താദിനോട് മാത്രമല്ല, അച്യുതാനന്ദനൊക്കെ ഒരിക്കൽ പോലും ഉളു എടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ച് മുസ്ലിം ലീഗിലേക്ക് ആളെ ഉണ്ടാക്കുന്ന സിംസാറുല്ലാ ഉദവയെ പോലുള്ള മുസ്ലിം ലീഗിൻ്റെ പിമ്പുകളോട് കൂടിയാണ്.